ഇന്നലെ ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ ഭർത്താവ് സതീഷിൽ നിന്ന് നേരിട്ടത് കൊടിയ പീഡനം. ഭർത്താവിന്റെ ക്രൂരമർദ്ദനം അതുല്യ വിവരിക്കുന്ന ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം തനിക്കില്ലെന്ന് അതുല്യ പറയുന്നു. ഭർത്താവ് സതീഷ് തന്നെ ചവിട്ടിക്കൂട്ടിയെന്നും വയറ്റിൽ ചവിട്ടിയെന്നും അതുല്യ പറയുന്നുണ്ട്. ഇന്നലെ നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി. അയാളെ ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു. ഞാൻ താഴെ കിടക്കുമായിരുന്നു. അമ്മ ഞാൻ പുതപ്പ് മൂടിയ സംസാരിച്ച അമ്മയെടുത്ത് നീ പോയ കാര്യങ്ങളൊക്കെ അതിനാണ് ചവിട്ടി കൂട്ടി എന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ല, സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് അതുല്യ പലതവണ പറഞ്ഞിരുന്നുവെന്ന് അതുല്യയുടെ അമ്മ തുളസി ഭായ് 24-നോട് പറഞ്ഞു. എൻ്റെ മോള് പലവട്ടം മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കോൾ വിളിക്കുമ്പോഴും പറയാം, അമ്മേ ഞാൻ എൻ്റെ കുഞ്ഞിനോടും അവൾ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഒരിക്കലും ഞാൻ മരിക്കത്തില്ല, സ്വയം ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ലമ്മേ, അഥവാ ഞാൻ മരിച്ചെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ കൊന്നയാന്ന് വിചാരിച്ചോണം. 2-3 വട്ടം ഇപ്പം ഇടയ്ക്ക് വെച്ച് ഭയങ്കര വഴക്ക്, തലയ്ക്ക് പാത്രം എടുത്ത പ്ലേറ്റ് എടുത്തടിച്ച് 4 തുണ്ടായില്ലേ വെള്ളപ്പാത്രം ചോറുണ്ണെന്ന്. അവൻ ചെയ്യുന്നതെല്ലാം തലയ്ക്കും നാവിക്കും ഒക്കെയാണ്. അങ്ങനെ അന്ന് കരയും പറയുകയും ചെയ്ത് എന്നെ വീഡിയോ കോൾ വിളിച്ച് ഈ അടയാളങ്ങളൊക്കെ കാണിച്ചായിരുന്നു. കൊങ്ങായിക്ക് 1/2 മണിക്കൂർ കുത്തിപ്പിടിച്ചോണ്ടിരുന്ന ഇവിടെ എല്ലാം ഈ പാട് കണ്ടു കാണുമല്ലോ. പലതവണ സതീഷുമായി മധ്യസ്ഥ ശ്രമം ഉണ്ടായിരുന്നുവെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നു. ഇവിടെ പീഡനമാണ്, സഹിക്കാൻ മേത്ത പീഡനം അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവൻ ഒരു കാരണവശാലും അവൻ അവളെ വിശ്വസിക്കത്തില്ല. ഒന്നാമത് അന്ധവിശ്വാസം, അവളുടെ സംശയരോഗം, അതാണ് മെയിൻ അവന്. പിന്നെ വെള്ളം അടിച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ വയലൻ്റ് ആവുക. പിന്നെ എന്തെങ്കിലും മയക്കുമരുന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഇവിടെ ദേഹോദ്രവിക്കും, ശരിക്കടിക്കും. ഒരു ജോലി ശരിയായി, ഇപ്പം നാളെ കണ്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. എനിക്ക് തോന്നുന്നു അതിനോട് തിരക്കുള്ള തർക്കത്തിലാണ്. ഇപ്പോൾ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു കാണും. നമ്മൾ യൂണിഫോമൊക്കെ തച്ച് വെച്ചിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ജോലി കിട്ടിയതാണ്. അപ്പോൾ ഇന്ന് പോലെ പാലാണ്ടിരുന്നതാണ്. അപ്പോഴാണ് ഇവൻ വീണ്ടും വയലൻ്റായി കാണും, രാത്രി പ്രശ്നം ഉണ്ടായി കാണും, തല്ലിക്കൊന്നു കാണും. ഇത്രയേ ഉള്ളൂ കാര്യം. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. അമ്മ തുളസി ഭായിയുടെ പരാതിയിലാണ് നടപടി. അതുല്യയുടെ വസതിയിൽ നിന്ന് മനീഷ് മഹിപാൽ ചേരുന്നുണ്ട്. മനീഷ്, ഇപ്പോൾ പുറത്തുവരുന്ന ശബ്ദ സന്ദേശം, ഒപ്പം തന്നെ നേരത്തെ ബന്ധുക്കൾ അമ്മയുൾപ്പെടെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഒരിക്കലും അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്നതാണ്. കൊടിയ പീഡനം അതുല്യ നേരിട്ടിരുന്നു എന്നതിൻ്റെ തെളിവുകൾ, ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശബ്ദത്തിലുമെല്ലാം അത് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുമ്പോൾ എന്താണിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്ത് സംഭവിച്ചിട്ടുണ്ടാകാമെന്നാണ് കരുതേണ്ടത്? പോലീസിന്റെ നടപടി എങ്ങനെയാണ്? അനുജ, നിലവിൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ, ഓഡിയോ സംഭാഷണങ്ങൾ, ഒപ്പം തന്നെ വാട്സപ്പ് ചാറ്റുകൾ, ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാകുന്നത് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും അച്ഛന്റെ അമ്മയുടെയും ഒക്കെ തന്നെ വെറും ആരോപണങ്ങൾ മാത്രമല്ല, ശാരീരികമായിട്ടും മാനസികമായിട്ടും അതുല്യയെ ഇയാൾ ഉപദ്രവിച്ചിട്ട്, ഭർത്താവ് സതീഷ് ഉപദ്രവിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. നാട്ടിലുള്ള സമയത്ത് ഇയാൾ ഉപദ്രവിച്ചതിന്റെ രേഖകളൊക്കെ തന്നെ പരിശോധിച്ച ശേഷമാണ് പോലീസ്, തെക്കുംഭാഗം പോലീസ്, ഇയാൾക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസ്, പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ അത്തരത്തിൽ കൊലപാതക കുറ്റത്തിന് പോലും കേസെടുത്തിട്ടുള്ളത്. നാട്ടുകാർക്കും ഇത് സംബന്ധിച്ച് ഈ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. കാരണം 10 വർഷത്തോളം വിവാഹം കഴിഞ്ഞ ശേഷവും ഈ സതീഷ് ഈ രീതിയിൽ അതുല്യെ ഉപദ്രവിക്കുമായിരുന്നു എന്നുള്ള കാര്യം അതുല്യയുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ആളുകൾ പോലും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ മരിച്ച നിലയിൽ അതുല്യെ കണ്ട ശേഷം പിന്നീട് ആദ്യം ഈ അയൽക്കാരനായ ഒരു ആന്റണിയാണ് ആദ്യം ഈ സതീഷ് വിളിക്കുന്നത്. വിളിച്ച ശേഷം താൻ നിരപരാധിയാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്ന് കൂടി ഇവിടെ ഒരു അയൽക്കാരൻ പറയുന്നുണ്ട്. ചേട്ടനെ വിളിച്ചിരുന്നു ഈ സതീഷും ഈ തൂങ്ങി മരിച്ച നിലയിൽ അതുല്യെ കണ്ട ശേഷമാണ് വിളിക്കുന്നത് അല്ലേ? പിന്നെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞ് പപ്പ എന്നാണ് എന്നെ വിളിക്കുന്നത്, ആ പിള്ളേരും ഇയാളും എല്ലാം. അപ്പം പപ്പ, ഞാൻ ഇതുപോലെ നിരപരാധിയാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനിതുപോലെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് രാവിലെ വന്നുടനെ ഫാനിൽ തൂങ്ങിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നും പറഞ്ഞ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അവൻ്റെ നിരപരാധിത്വം അവൻ പറയുന്നത്. പക്ഷേ അവൻ്റെ നിരപരാധിത്വം പറയുന്നെങ്കിൽ തന്നെയും നമുക്ക് പിന്നെ വീഡിയോയും അതിനു മുമ്പുള്ള വീഡിയോയും അവിടെ നിന്ന് അയച്ചു കൊടുത്തിട്ടുള്ള വീഡിയോയും പിന്നെ അവൻ്റെ അമ്മായിയമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു നോക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു
ഇതാണെന്ന് ആ പെണ്ണൊറ്റ അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുല്യയുടെ വീടിന്റെ തൊട്ടടുത്താണല്ലോ നിങ്ങൾ താമസിക്കുന്നത്. ഇത്തരത്തിൽ എന്തെങ്കിലും പെരുമാറ്റം ഇവിടെ നിന്നുണ്ടായതായിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അതായത് സതീഷ് മോശമായി പെണ്ണെ ഉപദ്രവിക്കുകയും തെറി പറയുകയും പിന്നെ അവനങ്ങ് സംശയമായിരുന്നു, സംശയത്തിന്റെ കാതൽ വരണമായിരുന്നു അവന്. സംശയം എന്താണ് പ്രധാനമായിട്ടും? അവനിങ്ങനെ ആണുങ്ങളെ കണ്ടാൻ വേണ്ടി കൂടെ വെച്ച് കണ്ട ഡ്രസ്സ് ചെയ്യുന്നതിന് സംശയം, അതിന് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ അവൻ കുറ്റം പറയും. അങ്ങനെയൊക്കെ ഈ കൊച്ചെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. പിന്നെ മോനെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഇവന് ഇത് തന്നെ സ്വഭാവം, എങ്ങനെ ഈ ഒരു മെന്റൽ രോഗിയുടെ സ്വഭാവമായിരുന്നു ഇവന്. പിന്നെ നമുക്ക് ഈ പറയാൻ ഈ കൊച്ചു പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. ദൈവം എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, പിന്നെ ഡ്രസ്സ് ഇടുന്നതിന് കുറ്റമാണ്. പിന്നെ ഈ ഇളയ കൊച്ചിന്റെ നിശ്ചയം കഴിഞ്ഞ സമയത്തും ഇവൻ ഭയങ്കര പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കൊച്ചിന്. അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ നാട്ടുകാർക്കും ഈ ഭർത്താവ് സതീഷിനെ പറ്റി വളരെ മോശം അഭിപ്രായമാണുള്ളത്. ഇത് സംബന്ധിച്ച് പോലീസ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസിന്റെ കൊലക്കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. അമ്മയുടെ പരാതിയിലാണ് കേസ്. ശബ്ദ സന്ദേശങ്ങൾ, ഒപ്പം തന്നെ മാതാപിതാക്കൾ, അതുല്യയുടെ മാതാപിതാക്കൾ പറയുന്നത് അതിൽ നിന്നൊക്കെ വ്യക്തമാണ് അവർ കൊടിയ പീഡനത്തിന് ഇരയായിരുന്നു എന്നത്.